സമാന്തരവരയിലെ എന്ന പാഠത്തിലെ എന്ന യൂണിറ്റിലെ അവസാന ഭാഗത്ത് വരുന്ന കണക്കുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ രണ്ടാമത്തെ കണക്കാണ്. ടെക്സ്റ്റിലുള്ള ചോദ്യം ഞാനൊന്ന് വായിക്കാം. ചിത്രത്തിൽ എ ബി സി ഡിയും സമാന്തരമാണ്. എ ബിയും സി ഡിയും സമാന്തരമാണ്. ചിത്രത്തിലെ എല്ലാ കോണുകളും കണക്കാക്കുക. ഇതിൽ എ ബിയും ഈ വരെയാണ്, താഴെ കാണുന്ന വര. എ ബി സി ഡി ഇത് രണ്ട് സമാന്തരമാണ്. അതിലെ മറ്റു കോണുകളൊക്കെ കണക്കാക്കുക എന്നാണ് ചോദ്യം. ഇതിൽ ബാക്കി എത്ര കോണുകൾ ഉണ്ട് എന്ന് നോക്കാം നമുക്ക്. ഒന്ന് ഇവിടെ ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. അത്ര മൊത്തത്തിൽ 1 2 3 4 5 കോണുകൾ കണക്കാക്കാം. 2 എണ്ണം തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാഠത്തിൽ ഇപ്പൊ നമുക്ക് സാധാരണ ഇതാണ് ചോദ്യമെങ്കിൽ ഇതിലിപ്പോ ഈ ഒരു കോണ് തന്നിട്ടുണ്ട്. ഈ കോൺ എത്ര? ഇതിപ്പോ 70 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇതിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ചിത്രം ഒരു സാധാരണ പരിചയമില്ലാത്തൊരു ചിത്രമാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ച ഈ പാഠത്തിൽ പഠിച്ച പ്രധാന ആശയങ്ങളൊക്കെ ചേർത്ത് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച പ്രധാന കാര്യങ്ങൾ ഒന്ന് സമാന്തര വര വരക്കുക, സാമാന്തരികം വരക്കുക, അങ്ങനെ കുറച്ച് ഈ ഐഡിയ സമാന്തര വര വരക്കാനുള്ള ആശയം ഉപയോഗിച്ച് പാരലോഗ്രാം സാമാന്തരികം വരക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത് ഈ പാഠത്തിൽ. ആശയമായിട്ട് വരുന്നത് ഒരു ത്രികോണത്തിലെ കോണ അളവുകളുടെ തുക 180 ഡിഗ്രി എന്ന ഒരു ആശയമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സം ഓഫ് ആംഗിൾസ് ഇൻ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഇതാണ് പഠിച്ച മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ പുതിയ തരം ജോഡികളായിട്ട് നേരത്തെ 6ാം ക്ലാസ്സിൽ പഠിച്ച ലീനിയർ പെയർ എന്ന് പറയുന്ന രേഖീയ ജോഡി ഉണ്ട് നമ്മൾ അല്ലെ. 6ാം ക്ലാസ്സിൽ പഠിച്ച രേഖീയ ജോഡി ഉണ്ട്. അതേപോലെ നമ്മളിവിടെ 3 സെറ്റ് കോണുകൾ, അത് രേഖയുടെ അടുത്തടുത്ത് ഉണ്ടാകുന്നതാണ്. ലീനിയർ പെയറിന് അടുത്തടുത്തുണ്ടാകുന്നത്, രേഖയുടെ ഒരു വരയിൽ തന്നെ ഉണ്ടാകുന്നതാണ് അടുത്തടുത്ത്. ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് ഉള്ള ഒരു സെറ്റും താഴെ നിന്നുള്ള ഒന്നും കൂടി എടുത്ത് ജോഡിയാക്കിയിട്ടാണ് നമ്മളിവിടെ പല കോണുകൾ പഠിച്ചത്. എന്തെല്ലാം നമ്മൾ പഠിച്ച കോണുകൾ? സമാന കോണുകൾ അല്ലെ, കറസ്പോണ്ടിങ് ആംഗിൾസ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, മറുകോണുകൾ ആൾട്ടർനേറ്റ് ആംഗിൾസ്. പിന്നെ നമ്മൾ പഠിച്ചത് സഹകോണുകൾ. സഹകോണുകൾ 2 തരം, ആന്തര സഹകോണും ബാഹ്യ സഹകോണും അല്ലെ. കോ ഇന്റീരിയർ ആംഗിൾസ് ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. അതാണ് നമ്മൾ പഠിച്ച പുതിയ കാര്യം. അതിൽ തന്നെ നമ്മൾ ഒരു പുതിയ ആശയമായി പഠിച്ചത് ഒരു ജോഡി സമാന്തര വരയിൽ സമാന കോണുകൾ ഒരേ അളവായിരിക്കും, മറുകോണുകൾ ഒരേ അളവായിരിക്കും. പിന്നെന്താണ്? സഹകോണുകൾ അനുപൂരകമായിരിക്കും. സഹകോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഇത്രയാണ് നമ്മൾ പഠിച്ച ആശയം. അതായത് ഇംഗ്ലീഷിലെല്ലാം പറയുന്നതാണെങ്കിൽ എന്തൊരു എന്താണ് ആദ്യത്തത്? സമാന കോണുകൾ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. പിന്നെ വരുന്നത് ഏതാണ്? മറുകോണുകൾ. അത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. പിന്നെ വരുന്നത് ഏതാണ്? കോ ഇന്റീരിയർ ആംഗിൾസ് ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ്, ആന്തര സഹകോണും ബാഹ്യ സഹകോണും. അത് സപ്ലിമെന്ററി ആയിരിക്കും. സപ്ലിമെന്റ് കൂട്ടിയാൽ 180 കിട്ടുന്ന 180 കിട്ടുക എന്നുള്ളതാണ് നമ്മളവിടെ പഠിച്ചത്. ഈ ആശയങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഇത്തരം കണക്കുകൾ ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ത്രികോണത്തിലെ കോണുകളുടെ തുക അത് ഒരാശയമാണ്. ഇവിടെ ഈ കണക്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. അത് മാത്രമല്ല, ഈ കോണുകളുടെ കുറേ ജോഡി കോണുകൾ ഉണ്ടല്ലോ, അതിന്റെ പ്രത്യേകതയും ത്രികോണത്തിലെ കോണുകളുടെ തുകയുടെ പ്രത്യേകത എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ചിത്രമാണ്. അപ്പൊ ഈ ഗണിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ പഠിച്ച ആശയം ഉപയോഗിച്ചാൽ ചെയ്യേണ്ടത് നമുക്ക്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ പൊളിച്ചെടുക്കണം. നമ്മൾ ചെറിയ കുട്ടികളെല്ലാം ഇങ്ങനെ ചെറിയ പ്രായത്തിലുണ്ടാകുമ്പോൾ അച്ഛൻ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രൂ ബാറ്ററിയിൽ ഇട്ടിട്ട് ഓടുന്ന കാറെല്ലാം വാങ്ങി തന്നാൽ നിങ്ങൾ അവരെല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2 ദിവസം ഓടിച്ചിട്ടാകുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എന്ത് ചെയ്യും? അതെല്ലാം തച്ചു പൊളിക്കും, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. അതേപോലെ നമ്മൾ ഗണിതത്തിൽ ഇങ്ങനെ കിട്ടിയ കോംപ്ലിക്കേറ്റഡ് എന്തെങ്കിലും കിട്ടിയാലും നമ്മൾ ചെയ്യണം, അത് തച്ചു പൊളിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്തെല്ലാം കാണാൻ പറ്റുന്നത്? ചോദ്യത്തിൽ അവരൊരു കാര്യം നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ പറയുന്നത്? എ ബിയും സി ഡിയും സമാന്തരമാണ്. അത് നമുക്ക് കാണാൻ പറ്റണം. സമാന്തരം ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വെറുതെ സമാന്തര വര കാണാറില്ല നമ്മൾ അല്ലെ. വെറുതെ ഇങ്ങനെ സമാന്തര വര കാണാറുണ്ടോ? സമാന്തര വര കൂടെ നമ്മൾ വേറെ കൂടി കാണും, ഒരു മുറിച്ച് കിടക്കുന്ന വരയും കൂടി കാണും. അപ്പൊ ഇവിടെ അങ്ങനെ ഒന്ന് കാണുന്നുണ്ടോ? അപ്പൊ ഇവിടെ എങ്ങനെ ഏതാണത് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു, നമ്മൾ ഈ ചിത്രം നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ചിത്രമാക്കി ഞാൻ മാറ്റിത്തരാം. ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ നോക്കണ്ടത്. ഇത് നമുക്ക് അപരിചിതമായ ചിത്രമാണ്. ഇത് നമുക്ക് പരിചയമുള്ളൊരു ചിത്രം ആക്കി മാറ്റിത്തരാം. ശ്രദ്ധിച്ചോ, ഇത് ഒരു ജോഡി സമാന്തര വര. ഓക്കെ, ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ? ഉണ്ട്. ഇതൊരു മുറിച്ച് കിടക്കുന്ന വര നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ? ഉണ്ട്. ഞാൻ വേറെ ഇങ്ങനെ ഒരു മുറിച്ച് കിടക്കുന്ന വര
ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ട് മുറിച്ച് കിടക്കുന്ന വര ഒന്നിച്ച് വരക്കുന്നേ ഉള്ളൂ. ഇനി ഞാൻ വെച്ചാൽ ഇതെല്ലാം മായ്ച്ചു കളയാൻ പോവുക. ഈ സൈഡിലുള്ള ഇതൊക്കെ മായ്ച്ചു കളയും. ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് മായ്ച്ചു കളഞ്ഞു. അപ്പോഴീ ചിത്രം മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു ജോഡി സമാന്തര വര മുറിച്ച് കിടക്കുന്ന രണ്ട് വരകൾ. ഇതാ ABCD എന്നുള്ള ഒരു ജോഡി സമാന്തര വര, മുറിച്ച് കിടക്കുന്ന ഒരു വര, മുറിച്ച് കിടക്കുന്ന ഒരു വര. ഇതാണ് ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി ഈ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകം കൂടി പറഞ്ഞുതരാം. ഈ ചിത്രം നിങ്ങൾ നോക്കി, ഒരു വലിയ ത്രികോണമുണ്ട്, കണ്ടോ? ഇതാ ഇത്രയേ ഉള്ളൂ, കൈ ഇങ്ങനെ അടിച്ചാൽ എന്റെ വലിയ തടിച്ച കൈയായതുകൊണ്ട് ഇത് വെക്കുമ്പോൾ ത്രികോണേ കാണാണ്ടായി പോകുന്നുണ്ട്. ഇല്ലല്ലോ, ഇല്ല. മെലിഞ്ഞ കൈയാണെങ്കിൽ നമുക്കിതാ വളരെ കുറച്ച് വേണ്ട. ഇതാ ഒരു മാഷ പെന്ന് നോക്കാം, ഇതാ ഉണ്ടാ ഒരു വലിയ ത്രികോണമുണ്ട്. ഇനി ഒരു ചെറിയ ത്രികോണം കണ്ടോ നമ്മള്? ഇതാ ഒരു ചെറിയ ത്രികോണം. അപ്പൊ അങ്ങനെയും കാണാൻ പഠിക്കണം. ഒരു ചിത്രത്തിന് നമ്മൾ ഇതാണ് ചിത്രത്തെ ഗണിതത്തിന് നമ്മൾ ചിത്രങ്ങളെ ജാമിതീയ രൂപങ്ങളെ വിശകലനം ചെയ്യുന്നതാണ്. എന്താ പറയാ, പൊളിച്ചെടുക്കില്ല. അപ്പൊ അങ്ങനെ ഇതിൽ ഒരു വലിയ ത്രികോണമുണ്ട്, ഒരു ചെറിയ ത്രികോണമുണ്ട്, ഒരു ജോഡി സമാന്തര വരയുണ്ട്, മുറിച്ചെടുക്കുന്ന രണ്ട് വരയുണ്ട്. ഇതാണ് ഈ ചിത്രം ചുരുക്കി പറഞ്ഞാൽ. ഈ പ്രത്യേകത വെച്ചാൽ നമ്മൾ ചെയ്യാൻ പറ്റും. ഈ ഐഡിയ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കാര്യത്തിലേക്ക് വരിക. വളരെ എളുപ്പം എന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചോ. ആദ്യം ഞാൻ ത്രികോണത്തിന്റെ ഒരു ആശയമാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഞാനല്ല, നിങ്ങളും. ഇതാ ഇന്ന് നോക്കോ, ഒന്നും ഞാൻ ചെയ്യുന്നില്ല, കൈ ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരു കോണിൽ നിന്ന് കിട്ടിയല്ലോ എല്ലാവർക്കും. ഒരു ത്രികോണത്തിലെ കോണ അളവുകളുടെ തുക 180 ഡിഗ്രി ആണ് അല്ലെ. സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അത് വെച്ച് 70, 60, 130. അപ്പൊ ഇനി എത്ര വേണം? 50. ഇത് 50 ഡിഗ്രി. ഓക്കെ, ഒന്ന് കിട്ടി. ഇനി നമുക്ക് 4 വേണം അല്ലെ. ഓരോന്ന് കിട്ടി അത്ര സമാധാനം എന്ന് പറയും. ഇനി 4 കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചു. ഇനി ത്രികോണത്തിന്റെ ആശയം അല്ല ഉപയോഗിക്കേണ്ടത്. കാരണം ത്രികോണത്തിന്റെ ആശയം ഉപയോഗിച്ച് നമ്മൾ ഒരു കാര്യത്തിലേക്ക് എത്തി. ഇനി നമുക്ക് ഈ ഇവിടത്തേക്കാണ് വരുന്നത്. ഇവിടത്തേക്കൊക്കെ നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതും സമാന്തര വരല്ലേ. ഞാൻ ഇത് മുറിച്ചെടുക്കുന്നവരെയാണ്, ഇത് മുറിച്ചെടുക്കുന്നവരെയാണ്. ഞാൻ BE എന്നുള്ള ഈ മുറിച്ചെടുക്കുന്ന വരേന തൽക്കാലം മുറിച്ചെടുക്കുന്ന വരേന ഇടുന്നില്ല മെല്ലെ എടുത്തു. ശ്രദ്ധിക്കണം എല്ലാവരും. പിന്നീട് ആദ്യമൊക്കെ നമുക്ക് ഇത് പിന്നെ രണ്ട് 3 ചിത്രം വരച്ചിട്ട് ചെയ്യാം. കുറച്ചും കൂടി വലുതാവും. നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ഈ കണ്ട ഉടനെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പഠിക്കണം. ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് BE എന്നതിന് ഇങ്ങോട്ട് വലിച്ചാടുന്നു എടുത്തിട്ട് ദൂരെ എവിടെയോ മാറ്റിയാൽ ഈ ചിത്രം ഇങ്ങനെയല്ലേ ഉണ്ടാവുക എന്ന് നിങ്ങൾ നോക്കണേ. BE ഈ വരയാണ് ഇടുന്ന, ഈ വരയില്ലേ, ഈ വരനെയാണ് എടുത്തു കളഞ്ഞു. അപ്പൊ ഈ ചിത്രം ഇങ്ങനെയല്ലേ ഉണ്ടാവുക? നോക്കണം നിങ്ങൾ, ഇങ്ങനെയാണോ ഉണ്ടാവുക? അല്ലെ, ആ വര മാത്രം നടന്നു പോയാൽ ഇങ്ങനെയല്ലേ ചിത്രം ഉണ്ടാവുക? കുറച്ചും കൂടെ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ശ്രദ്ധിച്ചോ, ഇത് എത്രയാണ് ഇടുന്നുണ്ട്? ഇതല്ലേ ഇത് 70 ഡിഗ്രി. ശ്രദ്ധിക്കുന്നത് CDയും ABയും സമാന്തരമാണ്. നമ്മൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ ഈ വര കുറച്ച് ഇങ്ങോട്ട് കിട്ടും. ശ്രദ്ധിച്ചല്ലോ, ഈ വരയും കുറച്ച് കിട്ടും, മുറിച്ചെടുക്കുന്ന വരയും കുറച്ച് കിട്ടും. ഇപ്പൊ നമുക്ക് വളരെ പരിചയമുള്ള രൂപമായി. 2 സമാന്തര വരയെ ഒരു വര മുറിച്ചു കിടക്കുന്നു. അപ്പൊ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇതാണ് പിന്നെ ചോദ്യം. ഈ മുകളിലുള്ളത് ഇതാണ്. ഇതെത്ര എന്നാണ് ഒരു ചോദ്യം. പിന്നെ ഇതെത്ര എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് കിട്ടും, ഇതും കിട്ടും. ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ? ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞേ. ഈ 70ന്റെ എന്താ? ഇത് 70 എവിടെയുള്ളത്? ABയുടെ മുകളിൽ. ഇതെവിടെയുള്ളത്? CDയുടെ മുകളിൽ. മുറിച്ചെടുക്കുന്നവരുടെ വലത്ത്. എന്താണ്? ഒരേ സമാന സ്ഥാനത്തല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾസ് സമാന സ്ഥാനത്താണ്. സമാന കോണുകൾ സമാന്തര വരയിൽ സമാന കോണുകൾ തുല്യമാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഇത് 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് കിട്ടി 70. ക്ലിയർ? ഇനി മുകളിലത്തെ ത്രികോണം വേണം എടുക്കാം. ഇനി കഴിഞ്ഞു, തീർന്നു, സംഭവം തീർന്നു. ഇതാ ഈ കുഞ്ഞി ത്രികോണം. ഏത് ത്രികോണം? CDE. ആ ത്രികോണം നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. അത് മാത്രം വരക്കണം എന്നില്ല, നിങ്ങൾ മനസ്സിൽ കണക്കൂട്ടിയാൽ മതി. മാഷ് ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് വരക്കുന്നത്. ഇത് 50 ആണല്ലോ, ഇത് 50 ഡിഗ്രി, ഇത് 70 ഡിഗ്രിയാണ്. 50, 70 എത്രയായി? 120 ത്രികോണത്തിലെ കോണുകൾ കൂട്ടിയാൽ 180 ആണ് അല്ലെ. അപ്പോൾ 50, 70 ഇത് 60 ആയിരിക്കും. ആംഗിൾസിന്റെ ട്രയാങ്കിൾ ആർ 180 ഡിഗ്രി അല്ലെ. സം ഓഫ് ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ ആർ ഇറ്റ് ഈസ് 180 ഡിഗ്രി. ഇനി നമ്മൾ ഇവിടത്തേക്ക് വരുന്നു. ഇത് 60 കിട്ടി. ഇനി ഇവിടത്തേക്കോ ഇതെത്രയാണ്? ഇത് 70 ആകുമ്പോൾ ഇതും പ്രശ്നമായി. ഇതെന്താ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? 2-3 കാര്യങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. ഇതാണോ ഒന്നിത് അല്ലെ? ഇതല്ലേ? ഇത് നിങ്ങൾ നോക്കണേ. ഇതെത്രയായിരിക്കും? സമാന്തര വര ഉള്ളിൽ മുറിച്ചെടുക്കുന്നവരുടെ ഒരേ ഭാഗത്ത് ആന്തര സഹകോണുകൾ കൂട്ടിയാൽ 180. ഇത് 70 ആണെങ്കിൽ ഇത് 110 അല്ലെ. ഇത്
കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അപ്പോൾ 70 ഇതും കൂട്ടിയാൽ ഇവിടെ 110 180 ആവും. അതൊരു രീതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ എന്ത് വെച്ചാൽ ഇതിങ്ങനെ വരച്ച് ഇങ്ങനല്ലേ ഉള്ളത് ചിത്രം. ഇത് 70 അല്ലേ, അപ്പം ഇത് എത്രയായിരിക്കും? 110. എന്തുകൊണ്ടാണ്? രേഖീയ ജോഡി, ലീനിയർ പെയർ. അതും ലീനിയർ പെയറും സപ്ലിമെന്ററി ആണല്ലോ. രേഖീയ ജോഡി കൂട്ടിയാൽ 150 ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 60ന്റെ രേഖീയ ജോഡി ഇത് എത്രയായിരിക്കും? 120. ഓക്കെ, എല്ലാം കംപ്ലീറ്റ് ആയി. പ്രശ്നം അതല്ല, നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഇതെല്ലാം കണക്കൂട്ടിയിട്ട് എഴുതി വെക്കാം. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കുട്ടിയോട് ചോദിച്ചു, ഒരു കുട്ടിക്ക് ഇതൊന്നും കിട്ടുന്നില്ല, കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്, ഇങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ നീ എന്തുകൊണ്ടാണ് അതിൻ്റെ പരീക്ഷക്കാണെന്ന് എഴുതിയേക്കാം, പരീക്ഷക്കാണ്. അപ്പോൾ എനിക്കിത് മനസ്സിലാവുമോ? നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് മനസ്സിലാവില്ല. അത് മാത്രമല്ല, നമ്മൾ ഗണിതത്തിൽ കാരണങ്ങൾ എഴുതി ശീലിക്കണം, പറഞ്ഞ് ശീലിക്കണം. ഓരോ ഉത്തരം കിട്ടിയ കാരണങ്ങൾ നമ്മൾ പറയണം, വെറുതെ പറഞ്ഞാൽ പറയാം. ഇതെങ്ങനെയായിരുന്നു 50? നമുക്ക് ഇപ്പം ചുമ്മാ 50 എഴുതാം, അല്ല വെറുതെ ഇങ്ങനെ 50 എഴുതി കൂടെ, ഒരു കാര്യം ഇല്ലാണ്ട് 50 എഴുതാം. അങ്ങനെയും അത് ചിലപ്പോൾ ശരിയായി പോവുകയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. എങ്കിലും നമുക്ക് ഇതെങ്ങനെയാണ് 50 കിട്ടിയത്? ഒരു കാരണം, വെറുതെ 50 എഴുതിയാൽ പോരാ. അപ്പോൾ ഇത് 70, ഇത് 60. ത്രികോണത്തിലെ കോണളവുകളുടെ തുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഏറോ മാർക്കിട്ട് ഇത് കിട്ടിയ കാരണം എഴുതണം. ത്രികോണത്തിലെ കോണളവുകളുടെ തുക 180. കോണളവുകളുടെ തുക 180 ഡിഗ്രി. സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഇതാണ് കാരണം. ഒരു ത്രികോണത്തിലെ കോണളുടെ തുക 180 ഡിഗ്രി. അതാണ് കാരണം. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അതേപോലെ ഓരോ നമ്മൾ കാരണം എഴുതണം. നമുക്ക് എഴുതുന്നത് ഇത് 70 എന്ന് കിട്ടിയത്. ഇത് 70 അല്ലേ, ഇത് 70 ആണല്ലോ. എന്താ കാരണം? ഓർമ്മ ഉണ്ടാവുമല്ലോ, മറന്നുപോയോ? എന്താ കാരണം? ഇതാ ഇങ്ങനെയാണ് വരിക. ഇത് 70 ആവാനുള്ള കാരണം സമാന കോൺ അല്ലെ, സമാന്തര വരയിൽ സമാന കോണുകൾ തുല്യം. സമാന്തര വരയിലെ സമാന കോണുകൾ തുല്യം. ഇംഗ്ലീഷ് എഴുതുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി എങ്ങനെ ഈ 110 കിട്ടിയത് ഇടാം നമുക്ക്? ഈ 70, ഇത് 70 ആണെങ്കിൽ ഇതാ 70 110. കാരണം കൂട്ടിയാൽ 150 ആയിരിക്കണം. രേഖീയ ജോഡി. അപ്പം രേഖീയ ജോഡി എന്ന് എഴുതിയാലും മതി. രേഖീയ ജോഡി എന്ന് എഴുതിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. രേഖീയ ജോഡി നല്ല വ്യക്തമായിട്ട് എഴുതുന്നതാണെങ്കിൽ രേഖീയ ജോഡിയിലെ കോണളവുകളുടെ തുക 180 ഡിഗ്രി. അല്ലെങ്കിൽ ലീനിയർ പേഴ്സ് ആർ സപ്ലിമെന്ററി. അത് നമുക്കറിയാം. അത് ഇംഗ്ലീഷ് എഴുതുന്നത്. ഇനി 60, ഇത് 60 ആണല്ലോ. ഇത് 60 കിട്ടിയല്ലോ. എങ്ങനെ 60 കിട്ടിയേ? ഇത് 60 ആണ്. ഇത് 60 രണ്ട് രീതിയിൽ. ഇത് 70, ഇത് 50, 120 ആയി. അപ്പം ഇത് 60 ത്രികോണത്തിലെ കോണളുടെ തുക. അതല്ലെങ്കിൽ ഇതിന്റെ സമാന കോണാണ് ഇത്. ഏതെങ്കിലും ഒന്ന്. എന്നിട്ട് ത്രികോണത്തിലെ കോണളുടെ തുക. അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് മാഷ് പറഞ്ഞുതരാം. നമുക്കിത് ഇങ്ങനെയല്ലേ കിട്ടിയത്? ഇതാ നോക്കണം. ഇത് 50 ആദ്യം കിട്ടി. ഇത് 70, ഇത് 60, 50 കിട്ടി. ഇത് 70 കിട്ടി. ഇത് 70 കിട്ടി. അത് സമാന കോൺ. അപ്പം 70, 50, 120 ത്രികോണത്തിലായതുകൊണ്ട് ഇത് 60 ഡിഗ്രി. 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആ ഒരു കാരണം എഴുതിയാലും മതി. ത്രികോണത്തിലെ കോണളവുകളുടെ തുക 180 ഡിഗ്രി. അല്ലെങ്കിൽ ഇത് ഇത് ഇങ്ങനെ നോക്കിയാൽ വേറെ രീതിയിൽ പറയാം. ഇങ്ങനല്ലേ ഉള്ളത്. ഇത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇതിന്റെ സമാന്തരമായ വരയായിട്ട്. അപ്പം ഇതാ നോക്കിക്കോ, ഇതിനെല്ലാം നീട്ടം കാണാൻ പറ്റും. ഈ 60ന്റെ സമാന കോണാണ് ഇത്. അല്ലെങ്കിൽ അങ്ങനെയും പറയാം, സമാന കോണെന്നും പറയാം. അപ്പൊ അല്ലേ ഈ 60 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 120 ആണല്ലോ രേഖീയ ജോഡി. അപ്പൊ ഓരോന്നിനും കാരണം ഇങ്ങനെ ഏറോ മാർക്കിൽ എഴുതാം. ഈ 120ന്റെ കാരണം രേഖീയ ജോഡിയിലെ കോണളുടെ തുക 180. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കണക്ക്. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.